നമസ്കാരം. കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അല്ലേ? പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് ഒത്തിരി ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടതും എപ്പോഴും ചോദിക്കുന്നതുമായ ചില വിവരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെപ്പറ്റി പറയുമ്പോൾ അതിനെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: മലനാട്, ഇടനാട്, പിന്നെ തീരപ്രദേശം. ഇതിൽ ഏറ്റവും കൂടുതൽ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് മലനാടാണ്. നോക്കൂ, കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ ഏകദേശം 48% വരും ഇത്. ഈ ഒരു കണക്ക് നിങ്ങൾ തീർച്ചയായും ഓർത്തുവയ്ക്കണം. ഈ ഭൂപടത്തിലേക്കൊന്ന് നോക്കിക്കേ. നമ്മുടെ കേരളത്തിന്റെ ഈ 3 വിഭജനങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തായിട്ട് ആ പച്ച നിറത്തിൽ കാണുന്നതാണ് നമ്മുടെ മലനാട് പ്രദേശം. പിന്നെ നടുവിലായിട്ട് ഇടനാടും, പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന് തീരപ്രദേശവും. നമ്മളിന്ന് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ആ പച്ച നിറത്തിലുള്ള മലനാടിനെക്കുറിച്ചാണ്. നമ്മളിന്ന് എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം ഈ 3 മേഖലകളെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കും. പിന്നെ മലനാട്ടിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലും. അതിനുശേഷം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കൊടുമുടികളായ ആനമുടിയെയും അഗസ്ത്യമലയെയും കുറിച്ച് വിശദമായി പഠിക്കും. പിന്നെ ഓരോ ജില്ലകളിലെയും പ്രധാനപ്പെട്ട മലകളെക്കുറിച്ച് നോക്കും. അവസാനം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്വിക്ക് റിവിഷനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. കേരളത്തിന്റെ ഭൂവിഭാഗങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മലനാട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കേരളത്തിന്റെ നട്ടെല്ല് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമാണ് മലനാട്. നമ്മുടെ കാലാവസ്ഥയിലും നദികളിലും കൃഷിയിലും എല്ലാത്തിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന ഈ മലനാടിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഈ കണക്കൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്: 48%. മറന്നുപോകരുത്. PSC പരീക്ഷകളിൽ ഇത്തരം കണക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇത് മനസ്സിൽ അങ്ങുറപ്പിച്ചേക്കുക. അപ്പോൾ എന്താണ് ഈ മലനാട് എന്ന് ചോദിച്ചാൽ അതിനൊരു ടെക്നിക്കൽ ഡെഫിനിഷനുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ മലനാട് എന്ന് വിളിക്കുന്നത്. ഈ 75 മീറ്റർ എന്നുള്ളത് ഒരു കീ പോയിന്റാണ്. അതും ഓർത്തുവയ്ക്കണം. മലനാടിന്റെ ചില പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നോക്കാം. പശ്ചിമഘട്ട മലനിരകൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണിത്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. അതൊരു വലിയ കാര്യമാണ്, അല്ലേ? പിന്നെ തേയില, കാപ്പി, ഏലം അങ്ങനെയുള്ള പ്രധാന നാണ്യവിളകളെല്ലാം കൃഷി ചെയ്യുന്നത് ഈ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ജനസാന്ദ്രത മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ്. ശരി, ഇനി നിങ്ങൾക്കുള്ള ഒരു ചോദ്യം. PSC പരീക്ഷകളിൽ ഒരുപാട് തവണ ആവർത്തിച്ച ഒരു ചോദ്യമാണിത്. കേരളത്തിൽ മലനാട് എന്ന ഭൂവിഭാഗമില്ലാത്ത ഒരേയൊരു ജില്ല ഏതാണെന്ന് ഓർത്തു നോക്കിക്കേ. അതെ, ഉത്തരം ആലപ്പുഴയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ആലപ്പുഴ ജില്ല മുഴുവനായും തീരപ്രദേശത്തും ഇടനാട്ടിലുമായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവിടെ മലനാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, മറക്കരുത്. ഇനി നമുക്ക് മലനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടികളിലേക്ക് വരാം. ആദ്യമായിട്ട് കേരളത്തിലെ മാത്രമല്ല, ഹിമാലയത്തിന് തെക്ക് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ നമ്പർ കൃത്യമായിട്ട് ഓർത്തുവച്ചോളൂ: 2695 മീറ്റർ. ആനമുടിയുടെ ഉയരം PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്നതാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഇതുതന്നെയാണ്. ആനമുടിയെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. ഇത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. പിന്നെ ആനമല, പളനിമല, ഏലമല എന്നീ 3 മലനിരകൾ ഒരുമിച്ച് ചേരുന്ന ഒരു പോയിന്റ് കൂടിയാണത്. നമ്മുടെ പ്രശസ്തമായ ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും ആനമുടിയുടെ ഭാഗമായിട്ടാണ്. ഈ ഓരോന്നും ഓരോ ചോദ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് കേരളത്തിലെ 2ാമത്തെ വലിയ കൊടുമുടിയിലേക്ക് പോകാം: അഗസ്ത്യമല. പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇതിനൊരു തെക്കൻ കാവൽക്കാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അഗസ്ത്യമലയുടെ ഉയരം 1868 മീറ്ററാണ്. ഈ 2 കൊടുമുടികളുടെയും ഉയരം തമ്മിൽ മാറിപ്പോകരുത്. ആനമുടി 2695 മീറ്റർ, അഗസ്ത്യമല 1868 മീറ്റർ. അഗസ്ത്യമലയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ശ്രദ്ധിച്ചോളൂ. കേരളത്തിലെ 2ാമത്തെ വലിയ കൊടുമുടി. തിരുവനന്തപുരത്തെ പ്രധാന നദികളായ നെയ്യാറിന്റെയും കരമനയാറിന്റെയും ഉത്ഭവസ്ഥാനം ഇവിടെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, 2016 യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ അഗസ്ത്യമലയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ആ വർഷം മറക്കരുത്, 2016. ഈ 2 കൊടുമുടികളെയും നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഇത് കാര്യങ്ങൾ ഓർക്കാൻ എളുപ്പമാക്കും. ആനമുടി 2695 മീറ്റർ,
ഒന്നാം സ്ഥാനം ഇടുക്കി ജില്ലയിൽ. അഗസ്ത്യമല 1868 മീറ്റർ. രണ്ടാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയിൽ. ആനമുടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതാണെങ്കിൽ അഗസ്ത്യമല ഒരു യുനെസ്കോ പൈതൃക കേന്ദ്രമാണ്. ഇതോർത്തുവെച്ചാൽ മതി. ശരി, ഇനി നമുക്ക് കേരളത്തിലെ മറ്റ് ജില്ലകളിലുള്ള പ്രധാനപ്പെട്ട മലനിരകൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഈ ലിസ്റ്റൊന്ന് ശ്രദ്ധിച്ചോളൂ. തിരുവനന്തപുരത്ത് അഗസ്ത്യാർകൂടം, ഇടുക്കിയിലാണെങ്കിൽ ആനമുടിയും മീശപ്പുലിമലയുമുണ്ട്. വയനാട്ടിലേക്ക് വന്നാൽ ബാണാസുര, ബ്രഹ്മഗിരി, കണ്ണൂരിൽ പൈതൽമല, പിന്നെ കാസർഗോഡ് റാണിപുരം. ഇത് ചേരുംപടി ചേർക്കുക എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കാനുള്ള സമയമായി. പരീക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് പോയിന്റുകളിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ പോകാം. ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കുക. കേരളത്തിലെ നമ്പർ 1 കൊടുമുടി ആനമുടി 2695 മീറ്റർ. രണ്ടാമത്തേത് അഗസ്ത്യമല 1868 മീറ്റർ. ഈ 2 പേരുകളും അവയുടെ ഉയരവും ഒരു കാരണവശാലും മാറിപ്പോകരുത്. അഗസ്ത്യമലയെക്കുറിച്ച് പറയുമ്പോൾ ഈ 2 വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2001 കേന്ദ്ര സർക്കാർ ഇതിനെ ഒരു ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ചു. പിന്നീട് 2016 യുനെസ്കോയുടെ പട്ടികയിലും ഇടം നേടി. ഈ തീയതികൾ പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് ഈ 4 കാര്യങ്ങൾ കൂടിയൊന്ന് മനസ്സിലുറപ്പിക്കാം. മലനാട് ഇല്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴ. സഹ്യപർവ്വതമെന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനെയാണ്? പശ്ചിമഘട്ടത്തെ. പിന്നെ ആനമുടിയുടെ ഉയരം ആദ്യമായിട്ട് അളന്നതാരാണെന്ന് ഓർക്കുന്നുണ്ടോ? ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ. അവസാനമായി, നമ്മുടെ കേരളത്തിലെ എല്ലാ പുഴകളും എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മലനാട്ടിൽ നിന്ന് തന്നെ. ഈ 4 പോയിന്റ്സും മറക്കരുത് കേട്ടോ. അപ്പോൾ കേരളത്തിലെ മലനാടിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഈ വിവരങ്ങളെല്ലാം നിങ്ങളുടെ പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ